ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിനുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നാം കർത്താവിൻ്റെ ഉപമകളെപ്പറ്റി പഠിച്ചു വരികയാണല്ലോ. ഇതിനകം ധാരാളം ഉപമകൾ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 33 മുതൽ 46 വരെ ഉള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉപമയെ പറ്റിയാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. സമയക്കുറവായിരിക്കുന്നതുകൊണ്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾ വേദഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഞാൻ ഈ വേദഭാഗത്തെപ്പറ്റി ഒരിക്കൽ സഭായോഗത്തിന് ഇവിടെ പ്രസംഗിച്ചായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപക്ഷെങ്കിൽ അത് ഓർത്തിരിക്കുന്നവർക്ക് വീണ്ടും ഒരു ആവർത്തനമായി തോന്നാം. എന്നാൽ നാം ഉപമകളെപ്പറ്റി പഠിച്ചു വരുന്നത് കൊണ്ടും നാം നാളുകളിൽ ക്ലാസ്സുകളൊക്കെ വീഡിയോ എടുക്കുന്നത് കൊണ്ടും അനേക പ്രിയപ്പെട്ടവരത് പലയിടങ്ങളായി ശ്രദ്ധിക്കുന്നതുകൊണ്ടും അവർക്കൂടെ പ്രയോജനം ഉണ്ടാകത്തക്ക നിലയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞാനത് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ 21 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെ പറയുന്ന ഉപമയുടെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ യെശയ്യാപ്രവചനം 5 അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കർത്താവ് ഇവിടെ ആ ഒരു ഉപമ ഇവിടെ പറയുന്നത്. ഈ ഉപമ മനസ്സിലാക്കണമെങ്കിൽ നാം യെശയ്യാപ്രവചനം 5 1 മുതൽ 7 ഭാഗം കൂടി ചേർത്ത് പഠിക്കണം. അപ്പോൾ അല്പം കൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്രായേൽ ജനതയെ ഒരു മുന്തിരിത്തോട്ടത്തോട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ ഉപമ കർത്താവിടെ പറയുമ്പോൾ കേൾവിക്കാർക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. കാരണം അവരുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ഇത് പറയുന്നത്. നാം ഈ വേദഭാഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ പല ഗ്രൂപ്പുകളെ പറ്റി ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 1 ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഭൂവുടമ, 2 കുടിയാന്മാരെ പറ്റി വായിക്കുന്നുണ്ട്, 3 ദാസന്മാരെ പറ്റി വായിക്കുന്നുണ്ട്, മകനെ പറ്റി വായിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി ഗ്രൂപ്പുകളെ പറ്റി ഇവിടെ കാണുവാൻ കഴിയുകയാണ്. ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഉടമ എന്ന് പറയുമ്പോൾ അത് പിതാവാം ദൈവത്തെയാണ് കാണിക്കുന്നത്. കുടിയാന്മാർ എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മത നേതാക്കന്മാരെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ദാസന്മാർ എന്ന് പറയുമ്പോൾ പഴയ നിയമ പ്രവാചകന്മാരുടെ ഒരു ഗണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. മകൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റിയാണ്. ഇതിൻ്റെ 33 വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഗൃഹസ്ഥനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്നതായിട്ട് ഇവിടെ കാണുകയാണ്. ഇവിടെ ആ മുന്തിരിത്തോട്ടത്തിന് വേണ്ടായിരിക്കുന്ന എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ക്രമീകരണങ്ങളും ആ മനുഷ്യൻ ഇവിടെ ഒരുക്കുന്നതായിട്ട് കാണുകയാണ്. അതിൻ്റെ പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നത്, പല കാര്യങ്ങളും അവിടെ അദ്ദേഹം ചെയ്യുന്നു. ഒന്നാമതായിട്ട് ചെയ്യുന്നത് ആ മുന്തിരിത്തോട്ടത്തിന് ചുറ്റുമായിട്ട് വേലി കെട്ടുന്നതായിട്ട് അവിടെ കാണും. അഥവാ അതിൻ്റെ അതിർത്തി അദ്ദേഹം വേർതിരിച്ചെടുക്കുകയാണ്. വളരെ കഠിനപ്രയത്നം ചെയ്തുകൊണ്ടാണ് അതിർത്തി അവിടെ തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. നമ്മുടെ പ്രോപ്പർട്ടിയുടെയൊക്കെ അതിർത്തി തിരിക്കുക എന്ന് പറയുമ്പോൾ അധികമായ പ്രോപ്പർട്ടി ഉള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. അതിൻ്റെ അതിർത്തി എല്ലാം തിരിച്ചിടുക എന്ന് പറയുന്നത് അല്പം ക്ലേശകരമായിട്ടുള്ള വിഷയമാണ്. പ്രധാനമായിട്ടും മറ്റുള്ളവർ കയറി അതിക്രമിച്ചു കൊണ്ടുപോകാതിരിക്കുവാനും കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കുവാനും കള്ളന്മാരുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാനും ഒക്കെയാണല്ലോ ഈ നിലയിൽ വേലി അവിടെ കെട്ടുക എന്ന് പറയും. ആരും അനധികൃതമായി കയ്യേറുവാനായിട്ട് പാടില്ല. അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വേലിയെപ്പറ്റി ചിന്തകന്മാരൊക്കെ പറയുന്നത് മോശയുടെ ന്യായപ്രമാണത്തെ പറ്റിയാണ്. ന്യായപ്രമാണമാകുന്ന വേലി കൊണ്ട് യഹൂദ ജാതിയെയും അതുപോലെ തന്നെ ജാതികളെയും യഹൂദനെയും ജാതികളെയും തമ്മിൽ വേർതിരിച്ചിരിക്കുക.
അവർ പരസ്പരം സമ്പർക്കമില്ലാത്ത കാലയളവുകളായിരുന്നു. ആരും ഇതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി വേലി കെട്ടി അവിടെ സൂക്ഷിച്ചിരിക്കുക. ന്യായപ്രമാണമാകുന്ന വേലി കൊണ്ട് അവിടെ തിരിച്ചിരിക്കുന്നതെന്നാണ് പല ചിന്തകന്മാരും പറയുന്നത്. രണ്ടാമതായിട്ട് അവിടെ കാണാൻ കഴിയുന്ന അദ്ദേഹം അതിനകത്തൊരു മുന്തിരി നടുന്നായിട്ട് കാണുകയാണ്. നാം സങ്കീർത്തനം 80-ന്റെ 8-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, നീ മിസ്രയീമിൽ നിന്നും ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്നു, മിസ്രയീമിൽ നിന്നും പുറപ്പെട്ടു വെച്ച് കൊണ്ടുവന്ന ഇസ്രായേലാകുന്ന മുന്തിരി. അതായത് മിസ്രയീമിലായിരുന്ന ഇസ്രായേലിനെ അവിടെ നിന്നും കൊണ്ടുവന്ന് ഒരു നല്ലൊരു മുന്തിരിത്തോട്ടത്തിൽ നടുകയാണ്. ഫലഭൂയിഷ്ഠമായിട്ടുള്ള അഥവാ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് കൊണ്ടവരെ ഏറ്റവും നല്ല സ്ഥലത്ത് നടുവാൻ ഇടയായിത്തീർന്നു. മൂന്നാമതായിട്ട് അവിടെ കാണാൻ കഴിയുന്നത് ഒരു ചക്ക് അവിടെ കുഴിച്ചിടുന്നതായിട്ട് അവിടെ വായിക്കുകയാണ്. വേദപുസ്തകത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എല്ലാ മുന്തിരിത്തോട്ടത്തിലും ഒരു ചക്ക് ഉണ്ടായിരിക്കും. ചക്ക് എന്ന് പറയുമ്പോൾ അതിന് മുന്തിരിച്ചക്ക് എന്നാണ് പറയുന്നത്. അത് പാറയിൽ പണിതെടുത്ത വൃത്താകൃതിയിൽ വാരിക്കുന്ന 2 തോണിയായിരിക്കും. ഒന്നിന് മുകളിലായിട്ട് മറ്റൊന്ന്, അടിയിലൊരു തോണി, അതിൻ്റെ മുകളിലായിട്ട് മറ്റൊന്ന്. ഏറ്റവും മുകളിലായിരിക്കുന്ന ആ ചക്കിനകത്ത് മുന്തിരികൾ ഇങ്ങനെ വാരിയിടുകയും അതിനകത്തൊരു മനുഷ്യൻ ഇറങ്ങി നിന്ന് ചവിട്ടും. ആ ചവിട്ടി കഴിയുമ്പോൾ മുന്തിരിച്ചാറ് അതിലൊഴുകി രണ്ടാമത്തെ തട്ടിലോട്ട് കടന്നു വരികയും അവിടെ നിന്നും അവരത് തുരുത്തി ശേഖരിച്ച് അല്ലെങ്കിൽ മറ്റ് കലങ്ങളിലൊക്കെ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുകയാണ്. അങ്ങനെയാണ് മുന്തിരിച്ചക്ക് എന്ന് പറയുന്നത്. പിന്നെ അവിടെ കാണാൻ കഴിയുന്നത് നാലാമതായിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഗോപുരം പണിതായിട്ട് അവിടെ കാണുകയാണ്. അത് യഹോവയായ ദൈവം അവിടെ ഒരു വാച്ച് ടവർ സ്ഥാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തോട്ടവും അതിനകത്തെ ഫലവും തൊഴിലാളികൾക്ക് എല്ലാവിധമായ സംരക്ഷണവും നൽകുവാൻ വേണ്ടി അവിടെ ഒരു വാച്ച് ടവർ അവിടെ സ്ഥാപിച്ചിരിക്കുക, ഗോപുരം പണിത് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ അവിടെ കാണാൻ കഴിയുകയാണ്. മുന്തിരിവള്ളി ഉൽപാദനക്ഷമതയുള്ളതായിരിക്കുവാൻ വേണ്ടി തോട്ടം ഉടമസ്ഥൻ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ചെയ്തിരിക്കുകയാണ്. നാം ചിന്തിക്കണം, ഒറ്റ ദിവസം കൊണ്ടുണ്ടായതല്ല ഈ തോട്ടം. കഠിനാധ്വാനമുണ്ട്, ധാരാളം നാളുകളുടെ അധ്വാനമുണ്ട്. ആ സ്ഥലമൊക്കെ ഒരുക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ കഠിനാധ്വാനം ചെയ്താണ് ഒരു തോട്ടമായി തീർന്നത്. ആ തോട്ട ഉടമയ്ക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, വേറെ ഉദ്ദേശമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് വളർന്ന് വലുതാകണം, മാത്രമല്ല അത് ഫലപുഷ്ടിയുള്ളതും ആയിരിക്കണം, തക്ക സമയത്ത് ഫലം പുറപ്പെടുവിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. 33-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 2-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത് തോട്ടം ഉടമ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോകുന്നതായിട്ട് അവിടെ കായ്ക്കുകയാണ്. ഇവിടെ കുടിയാന്മാർ എന്നൊരു വിഭാഗത്തെ അവിടെ കാണും. അവർ ടെനൻസ് അല്ലെങ്കിൽ മുന്തിരി അത് സൂക്ഷിക്കുന്നവർ, നട്ടുണ്ടാക്കിയ മുന്തിരി സൂക്ഷിപ്പുകാർ, കുടിയാന്മാരെ അവിടെ കാണുവാൻ കഴിയുന്നു. ഇത് തികച്ചും ഇസ്രായേലിലുള്ളായിരിക്കുന്ന മത നേതാക്കന്മാരെ പറ്റിയാണ് അവിടെ വായിക്കുന്നത്. അതിനകത്ത് ചീഫ് പ്രീസ്റ്റുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്, പരീശന്മാരുണ്ട്, ശാസ്ത്രിമാരുണ്ട്, സദൂക്യരുണ്ട്. അങ്ങനെയുള്ള മത നേതാക്കന്മാരെല്ലാം ഈ ഗ്രൂപ്പിൽപ്പെടുന്നവരാണ്. അവരൊക്കെ കുടിയാന്മാരായിട്ട് അവിടെ നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുകയാണ്. പിന്നെ അദ്ദേഹം ചെയ്ത് അവരെ ഏൽപ്പിച്ചിട്ട് ഈ ഗൃഹസ്ഥനായ മനുഷ്യൻ പരദേശത്തോട്ട് പോകുന്നതായിട്ട് കാണുകയാണ്. ഇവർ വിശ്വസ്തരെന്ന് കണ്ടുകൊണ്ട് ഇവർ ഉത്തരവാദിത്തോടെ ചെയ്യുമെന്ന് തോന്നിയത് കൊണ്ട് അവരെ അത് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പരദേശത്തേക്ക് പോവുകയാണ്. കൃഷി ചെയ്യുവാൻ വേണ്ടിയും അത് നോക്കുവാനായിട്ടും സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. ഈ ഒരു പ്രാക്ടീസ് പാലസ്തീനയിൽ സാധാരണ കണ്ടുവരുന്നൊരു അനുഭവമാണ്. ഭൂ ഉടമയുടെ അസാന്നിധ്യം ഇവിടെ എപ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട്. ബൈബിൾ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. അവർ ഇതെല്ലാം റെഡിയാക്കിയ ശേഷം ഈ പരദേശത്തേക്ക് അഥവാ സുവാസ കേന്ദ്രങ്ങളിലോട്ട് പോകുന്ന രീതി അവർക്കുണ്ടാകും. കാരണം അവിടേക്ക് ചൂടും കാലാവസ്ഥ അവർക്ക് അല്പമായ വിഷമമൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയാണ് ഏറ്റവും മെച്ചമായ കാലാവസ്ഥ ഉള്ളത് അങ്ങനെ സുവാസം തേടി അങ്ങനെ ഭൂ ഉടമകൾ പോകാറുണ്ട്. പിന്നീട് അവർ വരുന്നത് ഫലം എടുക്കുന്ന സമയത്താണ് അവർ മടങ്ങി വരുന്നത്. അതുവരെയും കുടിയാന്മാരാണ് തോട്ടമെല്ലാം സൂക്ഷിക്കുകയും അത് സംരക്ഷണം ചെയ്യുകയും ചെയ്യുന്നത്.
എന്തുകൊണ്ടാണ് അങ്ങനെ ഏൽപ്പിച്ചിട്ട് പോയത്? അവർ വിശ്വസ്തർ എന്ന് കണ്ടാണ് അവർ പോയിരിക്കുന്നത്. അവിശ്വസ്തത ഉണ്ടാകും എന്ന് കരുതിയല്ല, അവർ വിശ്വസ്തരായിരിക്കും എന്ന് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. എൻ്റെ അസാന്നിധ്യത്തിൽ ഇവരെല്ലാം നന്നായി ചെയ്യും എന്ന് വാദിക്കുന്ന വിശ്വാസം അവരർപ്പിച്ചിട്ട് അവൻ കടന്നു പോവുകയാണ്. അവൻ പോയിരിക്കുന്നത് പരദേശത്തോട്ടാണ്, ദൂരദേശത്തേക്ക് പോയിരിക്കുകയാണ്. പോയതിൻ്റെ അർത്ഥം, ഇവരെ ഏൽപ്പിച്ചിട്ട് പോയതിൻ്റെ അർത്ഥം ഈ തോട്ടം ഉപേക്ഷിച്ചു എന്നല്ല, അതിനകത്ത് വരുമാനമൊന്നും വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. അദ്ദേഹം ഒരിക്കൽ മടങ്ങി വരും, സമയമാകുമ്പോൾ മടങ്ങി വന്ന് അതിൻ്റെ അരിക്കുന്ന ഫലം ആവശ്യപ്പെടും. നാം ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിലോട്ടൊന്ന് കടന്നു പോവുകയാണെങ്കിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ട് പോരുക. ഒരുപാട് പ്രതീക്ഷയാണ് നമ്മുടെ മേൽ അവൻ അർപ്പിച്ചിരിക്കുന്നത്. അവൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ലാലിക്കുന്ന കൃപ അവൻ നൽകിയിട്ടുണ്ട്. സ്നേഹിക്കുവാൻ ലാലിക്കുന്ന നല്ലൊരു ഹൃദയം അവൻ തന്നിട്ടുണ്ട്. കൊടുക്കുവാൻ ലാലിക്കുന്നൊരു മനസ്സ് അവൻ തന്നിട്ടുണ്ട്. കഷ്ടങ്ങളിൽ ഓടി എത്തുവാൻ ലാലിക്കുന്ന മനോഭാവം, ശുശ്രൂഷിക്കുവാൻ ലാലിക്കുന്ന മനോഭാവം, ഇങ്ങനെ ഒട്ടനവധി കഴിവുകളും കൃപകളും ദാനങ്ങളുമാണ് നമ്മെ ഏൽപ്പിച്ചിട്ട് അവൻ കടന്നു പോയിരിക്കുന്നത്. അത് നിങ്ങൾ വിശ്വസ്തരായി ചെയ്യുമെന്ന് കണ്ടുകൊണ്ട് അവൻ നമ്മെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് പാട്ടത്തിന് ഏൽപ്പിച്ചിരിക്കുക. പാട്ടത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് പൂട്ടുവാനുള്ളതല്ല എന്നും ഇന്ന് രാത്രി നാം ഓർത്തിരിക്കണം. പലരും പാട്ടത്തിന് ഏൽപ്പിച്ചത് പൂട്ടിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് ദൈവം തന്നിരിക്കുന്ന പാഠമായി തന്നിട്ടുള്ളതൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. പ്രാർത്ഥനയുണ്ടെങ്കിലും പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വരാറില്ല, കൂട്ടായ്മകളുണ്ടെങ്കിൽ പങ്കെടുക്കാറില്ല, സഭായോഗത്തിനൊക്കെ വല്ലപ്പോഴുമൊക്കെ വന്ന് കയറിപ്പോകുന്ന അനുഭവങ്ങൾ, കഴിവുകളും കൃപകളും ഒക്കെ ദൈവം തന്നിട്ടുണ്ട്, വേണ്ട രീതി ഉപയോഗിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കുവാനും സഹകരിക്കുവാനും കഴിയുന്നില്ല. ഇതൊക്കെ പൂട്ടിക്കെട്ടി പോകുന്ന അനുഭവങ്ങളാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അരീപ്പറമ്പിൽ താമസിക്കുമ്പോൾ മിക്കവാറും രാത്രികളിൽ ഒരു ദൈവദാസൻ്റെ ഒരു പാസ്റ്റർ എന്നെ കാണാൻ അവിടെ വരും. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യും, അദ്ദേഹത്തിൻ്റെ സംശയങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പഠിക്കാൻ വേണ്ടിയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ വന്നപ്പോൾ ചോദിച്ചു, പാസ്റ്ററെ സഭയൊക്കെ എങ്ങനെയുണ്ട്, എങ്ങനെ പോകുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ സാറേ എന്തോ പറയാനോ, വല്ലപ്പോഴുമൊക്കെ ആൾക്കാരൊക്കെ വരത്തുള്ളൂ, എല്ലാവരും എപ്പോഴും വരത്തില്ല. ചില ആൾക്കാരുണ്ട് വല്ലപ്പോഴും വരും, വന്നിട്ട് ഒരു പാട്ടൊക്കെ പാടി നീണ്ട സാക്ഷിയൊക്കെ പറഞ്ഞ് 3 ഹല്ലേലൂയായും പറഞ്ഞ് അങ്ങ് പോകും. പിന്നെ അവർ ആണ്ടി പിന്നെ വരത്തില്ല. അദ്ദേഹം പറഞ്ഞൊരു ഉപമ എന്ന് പറയുന്നത്, ഈ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒക്കെ ബോർഡറിലൊക്കെ BSF കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് വെടി പൊട്ടിക്കും. അതിൻ്റെ അർത്ഥം ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് കയറിപ്പോകുന്ന അനുഭവം. ഇതല്ലേ പലപ്പോഴും നമ്മുടെ ഒക്കെ സഭയിൽ നടക്കുന്നത്? എത്ര പേർക്ക് ദൈവം തന്നിരിക്കുന്ന പാട്ടത്തിന് തന്നിരിക്കുന്ന ഈ കൃപകളും കൃപാവരങ്ങളും കഴിവുകളും പ്രാപ്തികളും ആത്മീയതയൊക്കെ പൂട്ടിക്കെട്ടി പോയിട്ടുണ്ടോ എന്ന് പ്രാർത്ഥിക്കാൻ ചിന്തിക്കേണ്ട വളരെ ആവശ്യമാണ്. പ്രിയരെ, നമ്മുടെ മുമ്പിൽ സമയങ്ങൾ വളരെ കുറവാണ്. ഇന്ന് നാം എല്ലാവരും കൂടി ആയിരിക്കും, നാളെ എത്ര പേർക്കൂടെ വരും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ലഭിക്കുന്ന സമയങ്ങൾ നാം അത് ഉപയോഗിക്കുക. കാരണം ഒരുപാട് കൃപകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്തെല്ലാം ഉണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് കഴിവുകളും കൃപകളും തന്നിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഇടയിൽ കഷ്ടപ്പെടുന്ന ദൈവമക്കളെ ഓർത്ത് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിപ്പാനായിട്ടെങ്കിലും നമുക്ക് കഴിയുമല്ലോ. അത് ചെയ്യുന്നില്ല എങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു കഴിവ്, ആ ഒരു കൃപ വേണ്ട രീതി വിനിയോഗിക്കുന്നില്ല. ഒരിക്കൽ ഈ പ്രദേശത്ത് പോയിരിക്കുന്ന ഈ ഗൃഹസ്ഥൻ വന്ന് നമ്മോട് കണക്ക് ചോദിക്കും. ആ കണക്ക് ചോദിക്കുമ്പോൾ അക്കൗണ്ട് കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. 34-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നത്, പലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ
അയച്ചു. സമയം വന്നപ്പോൾ അദ്ദേഹം ചെയ്തത് തൻ്റെ ദാസന്മാരെ എങ്ങോട്ട് അയക്കുന്നു? കുടിയാന്മാരുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. കണ്ട് കേട്ട് അതെങ്ങനെയുണ്ടെന്ന് പഠിച്ചു ഉയരാൻ വേണ്ടിയല്ല. എന്തിനാണ് വന്നിരിക്കുന്നത്? തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിനാണ് അവരെ പറഞ്ഞയച്ചത്. ഇവിടെ കാണുവാൻ കഴിയുന്നത് ഫലം എടുക്കുന്ന സമയം വന്നു. ടൈം ഓഫ് ഹാർവെസ്റ്റ്, വിളവെടുക്കുന്ന സമയം വന്നപ്പോൾ ദൈവം ചെയ്തത്, ദൈവം ഇവിടെ ചില ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, ചില നിക്ഷേപം നടത്തി. അതിൻ്റെ പ്രോഫിറ്റ് വാങ്ങുവാൻ വേണ്ടിയാണ് ആരെ അയച്ചിരിക്കുന്നത്? ദാസന്മാരെ അയച്ചിരിക്കുന്നത്. അപ്പോൾ റിട്ടേൺ കിട്ടുക എന്നുള്ളത് ഈ ഗൃഹസ്ഥനായ മനുഷ്യൻ്റെ എന്താണ്? ആവശ്യകതയാണ്. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് പോയിരിക്കുന്നത്. അതിൻ്റെ റിട്ടേൺ അദ്ദേഹത്തിന് കിട്ടിയേ മതിയാകുകയുള്ളൂ, അല്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അപ്പോൾ സമയമായപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടേണ്ടതായിരിക്കുന്ന പ്രോഫിറ്റ് അത് ന്യായമായിട്ടുള്ളത് കിട്ടുവാൻ വേണ്ടി, വാങ്ങിക്കുവാൻ വേണ്ടി ദാസന്മാരെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ നാം ഓർത്തിരിക്കണം, സമയമാകുമ്പോൾ കണക്ക് ചോദിക്കും. ചിലരൊക്കെ ചിന്തിക്കുന്നത് ഭൂ ഉടമ പ്രദേശത്ത് വിവരിക്കുന്നതുകൊണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ വരവൊന്നും ഉടനെ ഉണ്ടാവുകയില്ല, ചോദ്യമൊന്നും ചോദിക്കാനായിട്ട് അദ്ദേഹം വരത്തില്ല എന്നൊക്കെ ആയിരിക്കാം ചില ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ ഫലകാലം അടുത്തപ്പോൾ ദൂരത്ത് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സീസൺ അനുസരിച്ച് കണക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട്. ഏത് സീസണിലാണ് വിളവെടുക്കുന്നത് എന്ന് അദ്ദേഹത്തെ നന്നായിട്ടറിയാം. ആ സമയമായപ്പോൾ, ആ ആണ്ട് വന്നപ്പോൾ ദാസന്മാരെ അയക്കുകയാണ്. അപ്പോൾ തൻ്റെ ദാസന്മാരെ അദ്ദേഹം അയക്കുകയാണ്. ഇവിടെ കണ്ടു കേട്ട് പോകാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്, മറിച്ച് എന്തിന് വന്നിരിക്കുകയാണ്? അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നാം ദൈവസ്ഥാനം നിൽക്കുമ്പോൾ ഒരിക്കൽ അക്കൗണ്ട് സെറ്റിൽഡ് ഉണ്ടായിരിക്കും. അന്ന് നാം കണക്ക് തീർക്കേണ്ടത് വളരെ ആവശ്യമാണ്. രമ്യ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുമ്പോൾ നിൻ്റെ കരങ്ങൾ ബലത്തോടെ നിൽക്കുമോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ ദാസന്മാർ എന്ന് പറയുമ്പോൾ അവരാരാണ്? പ്രവാചകന്മാരായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെയാണ് പറഞ്ഞയക്കുന്നത്. തൻ്റെ പ്രവാചകന്മാർക്ക് ദാസന്മാരെ പറഞ്ഞയക്കുക. ഇവിടെ പറഞ്ഞയക്കുമ്പോൾ തെറ്റായിട്ടൊന്നും ഇവിടെ കാണുന്നില്ല, അശുഭമായിട്ട് ഒന്നും കാണുന്നില്ല, പ്രകോപനപരമായിട്ടൊന്നും ഗൃഹസ്ഥനായ മനുഷ്യൻ്റെ ഭാഗത്ത് കാണുന്നില്ല. യാതൊരു അവർക്ക് ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തി പോലും ഗൃഹസ്ഥനായ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നോ ദാസന്മാരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായതായിട്ടുള്ള കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം തികച്ചും, ഗൃഹസ്ഥനായ മനുഷ്യൻ തികച്ചും ന്യായപ്രമാണം അനുശാസിക്കുന്ന വിധത്തിൽ തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ന്യായപ്രമാണം എന്താ പഠിപ്പിക്കുന്നത്? ലേവ്യാപുസ്തകം 19:23 മുതൽ 25 വരെയുള്ള ഭാഗത്തേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം വായിക്കാൻ കഴിയുന്നുണ്ട്. 3 വർഷം നീ ഫലമെടുക്കാൻ പാടില്ല. 4-ാം വർഷത്തെ ഫലം അത് യഹോവയ്ക്കുള്ളതാണ്. 5-ാം വർഷത്തെ ഫലം നിനക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഗൃഹസ്ഥനായ മനുഷ്യൻ 5-ാം വർഷം ആയിരിക്കാം ഫലം എടുക്കുവാൻ വേണ്ടി ദാസന്മാരെ പറഞ്ഞയക്കും. ഇവിടെ വൈരുദ്ധ്യമായിട്ടോ നീതിക്ക് നിരക്കാത്തതായിട്ടോ ഒന്നും അവിടെ കാണുന്നില്ല. സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ളൊരു അവകാശമാണ്. അത് ന്യായമാണ്. ആ ന്യായമായ ആവശ്യത്തിന് വേണ്ടിയാണ് ദാസന്മാരെ പറഞ്ഞിരിക്കുന്നത്. 35-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ കുടിയാന്മാരുടെ പ്രതികരണം അവിടെ കാണുന്നുണ്ട്. കുടിയാന്മാരുടെ പ്രതികരണം, കുടിയന്മാരല്ല, കുടിയാന്മാരുടെ പ്രതികരണം. അവരെന്താ ചെയ്യുന്നത്? ദാസന്മാരെ പിടിച്ചു, ഒരുത്തനെ തല്ലി, ഒരുത്തനെ കൊന്നു, ഒരുവനെ കല്ലെറി. 3 രീതിയിലാണ് ഈ കുടിയാന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം. ഒരാളെ തല്ലുന്നു, വേറൊരുത്തനെ കൊല്ലുവാനിടയായി തീർന്നു, മറ്റൊരാളെ കല്ലെറിയുവാനിടയായി തീർന്നു. അപ്പോൾ തികച്ചും ഇവർ കാണിച്ചത് ഒരു ക്രൂരത, പൊറുക്കാനാവാത്ത ഒരു തെറ്റാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തൊക്കെ പലയിടത്തും നടന്നിട്ടുണ്ട്. അവകാശങ്ങൾ പിടിച്ചു പറ്റുവാൻ വേണ്ടി, കൈവശപ്പെടുത്തുവാൻ വേണ്ടിയും ഒക്കെ ഇത്തരത്തിൽ വായിക്കുന്ന ആക്രമണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നാം തിരുവെഴുത്തിൻ്റെ ഇതര ഭാഗങ്ങളിലോട്ടൊക്കെ കടന്നു പോകുമ്പോൾ ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് മറ്റു ചില വേദഭാഗങ്ങളിലോട്ടൊക്കെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ പ്രവാചകന്മാരോട് ചരിത്രത്തിൽ
മോശമായി പെരുമാറിയതൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇസ്രായേൽ പ്രഭുക്കന്മാർ, ഇസ്രായേൽ ജാതികൾ പ്രവാചകന്മാരോട് മോശമായി പെരുമാറിയ ചരിത്രങ്ങൾ നമുക്ക് ധാരാളം കാണുവാൻ കഴിയുന്നുണ്ട്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊന്നതായിട്ട് അവിടെ വായിക്കുന്നുണ്ട്. ഒന്ന് രാജാക്കന്മാർ 22-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ സിദെക്കിയാവ് എന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രവാചകനായ മീഖായാവിൻ്റെ ചകിട്ടത്തിലടിച്ചായിട്ട് നമ്മുടെ കാണുന്നുണ്ട്. 2 ദിനവൃത്താന്തം 24-ന്റെ 21, 22 ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സെക്കരിയാവിനെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊന്നതായിട്ട് നമ്മുടെ വായിക്കുന്നുണ്ട്. അദ്ദേഹം മരിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവ നോക്കി ചോദിച്ചുകൊള്ളട്ടെ എന്നാണ് ആ സെക്കരിയ പ്രവാചകൻ പറഞ്ഞത്. യിരെമ്യാ പ്രവചനം 20-ന്റെ 1 മുതൽ 2 വരെ ഭാഗത്ത് കടന്നു വരുമ്പോൾ പസ്ഫൂർ പുരോഹിതൻ യിരെമ്യാ പ്രവാചകനെ അടിച്ച് ആമത്തിലിട്ടതായിട്ട് കാണുന്നു. യിരെമ്യാ പ്രവചനം 26-ന്റെ 20-23 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യെഹോയാക്കീൻ രാജാവ് ഊരിയാവെന്ന മനുഷ്യൻ പ്രവചനം നടത്തിയപ്പോൾ, ഊരിയാവെന്ന പ്രവചനം നടത്തിയപ്പോൾ അവനെ വാൾ കൊണ്ട് കൊന്നു എന്നവിടെ വായിക്കട്ടെ. യിരെമ്യാ പ്രവചനം 37-ന്റെ 15-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ പ്രഭുക്കന്മാർ യിരെമ്യാവിനോട് കോപിച്ച് അടിച്ച് തടവിൽ വെച്ചതായിട്ട് വായിക്കും. അപ്പോൾ ചരിത്രത്തിൽ ഇത്രയും സംഭവങ്ങൾ പ്രവാചകന്മാരോട് ക്രൂരമായി പെരുമാറിയ ചരിത്രം ഇവിടെയുണ്ട്. അപ്പോൾ യഹോവയായ ദൈവം സമയാസമയങ്ങളിൽ ദാസന്മാരെ അയച്ച്, പ്രവാചകന്മാരെ അയച്ചപ്പോൾ അവരോട് ഇസ്രായേൽ പ്രഭുക്കന്മാർ എന്ത് ചെയ്തു? വളരെ മോശമായ രീതിയിൽ പ്രവർത്തിച്ചായിട്ട് കാണുന്നുണ്ട്. അത് കർത്താവ് ആ ഒരു സംഭവങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കുടിയാന്മാർ എന്ന് പറയുന്ന ഇസ്രായേൽ നേതാക്കന്മാർ നിരവധി പ്രവാചകന്മാരെ, നിരവധി ദാസന്മാരെ തല്ലുകയും കല്ലെറിയുകയും കൊല്ലുകയും ചെയ്തതായിട്ടൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. ഇനി 37-38 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അവിടെ നടക്കുന്ന സംഭവം, ഒടുവിൽ തോട്ടമുടമ തൻ്റെ മകനെ പറഞ്ഞയക്കും ഫലം എടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ അവകാശം നേടിയെടുക്കുവാൻ വേണ്ടി തൻ്റെ മകനെ പറഞ്ഞയക്കുന്നു. അവിടെ കാണുന്നത് എന്താണ്? കുടിയാന്മാർ അവനെ കൊന്നുകളഞ്ഞു എന്നവിടെ വായിക്കുകയാണ്. അവനെ ബഹുമാനിക്കും, അവനെ ആദരിക്കും എന്ന് കരുതിയാണ് ഗൃഹസ്ഥനായ മനുഷ്യൻ തൻ്റെ മകനെ അവസാനം പറഞ്ഞു വിടുന്നത്. ആരാണ് ഈ മകൻ എന്നുള്ളത് ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി. ആരാണ്? നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന ഗൃഹസ്ഥനായ മനുഷ്യൻ്റെ മകനെ അവസാനം പറഞ്ഞയക്കുക. ഇവനെ ശങ്കിക്കും, ഇവനെ പേടിക്കും, ബഹുമാനിക്കും എന്നൊക്കെയാണ്. അപ്പോൾ പിതാവ് ഇവിടെ മനസ്സിലാക്കുന്നത്, അവർ എൻ്റെ മകനെ തീർച്ചയായിട്ടും അംഗീകരിക്കും, അവരവനെ ആദരിക്കും, അവരവനെ ബഹുമാനിക്കും, അവരവനെ ശങ്കിക്കും, അഥവാ അവനെ ആദരിക്കും എന്നൊക്കെ ഉള്ളായിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പേരിലാണ് അയച്ചത്. ഇവർ ഈ മകനെ കണ്ടപ്പോൾ എന്താ പറയുന്നത്? അവർ പരസ്പരം പറയുന്നത്, ഇവൻ അവകാശി, വരുവീൻ നമുക്ക് അവനെ കൊന്നുകളയാം, അവൻ്റെ അവകാശം നമുക്ക് കൈവശപ്പെടുത്താം. അവനെ പിടിച്ച് എന്ത് ചെയ്യുന്നു? തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു, തോട്ടം പിടിച്ചെടുത്തു. അപ്പോൾ എന്തുമായിരുന്നു അവരുടെ ഉദ്ദേശം? തോട്ടം പിടിച്ചെടുക്കുക, അവിടുന്ന് ലഭിക്കുന്ന ആ മുന്തിരിയുടെ അവകാശങ്ങളെല്ലാം അനുഭവിക്കുക, അതായിരുന്നു അവരുടെ മനസ്സിൽ ലക്ഷ്യം. പക്ഷെ തോട്ടം ഉടമയുടെ മകനെ കൊല്ലാൻ ഉദ്ദേശം ഉണ്ടായിരുന്നോ? ഉദ്ദേശമില്ലായിരുന്നു. ആദ്യത്തെ അവരുടെ ഉദ്ദേശം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെങ്കിൽ സന്ദർഭവശാൽ, നിർഭാഗ്യവശാൽ ഇവനെ കൂടെ പിടിച്ചങ്ങ്, അപ്പോൾ തോട്ടം ഉടമയുടെ മകനെ കൂടെ കൊന്നു കളഞ്ഞാൽ പിന്നെ അനന്തരാവകാശികൾ ആരും ഉണ്ടാവുകയില്ല, ആരും വരികയില്ല എന്നുള്ള ചിന്തയിൽ ആ മകനെ കൊന്നു കളയാൻ ഇടയായി തീർന്നു. ഇതൊക്കെ ആത്മീയമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടായിരിക്കുന്ന വിഷയങ്ങളാണ്, അത് ഗ്രഹിച്ചോണം. ഇനി യോഹന്നാന്റെ സുവിശേഷം 11:48 നാം കടന്നു വരികയാണെങ്കിൽ, യേശു ലാസറിനെ ഉയർപ്പിച്ച ശേഷം മഹാപുരോഹിതന്മാരും പരീശന്മാരും എല്ലാം കൂടി, സംഘം കൂടിയതായിട്ട് വായിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ പറയുകയാണ്, നാം എന്ത് ചെയ്യേണ്ടു? ഈ മനുഷ്യൻ വളരെ അടയാളങ്ങൾ ചെയ്യുന്നുണ്ട്.
യേശു ലാസറിനെ ഏൽപ്പിച്ചപ്പോൾ ഇവരെല്ലാം കൂടി ഇവൻ ഒരുപാട് അടയാളങ്ങൾ ചെയ്യുന്നുണ്ട്, നാം ഇവനെ എന്താണ് ചെയ്യേണ്ടത്? അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ, അവിടെ വായിക്കുന്നത്, അവനെ ഇങ്ങനെ വിട്ടേച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമക്കാർ വന്ന് നമ്മുടെ സ്ഥലത്തെയും ജനത്തെയും എടുത്തു കളയുമെന്ന് പറഞ്ഞു. ഇവനെ ജീവനോടെ വിട്ടാൽ ഇവൻ അടയാളങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, സകല ആൾക്കാർ ഇവനിൽ വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ചാൽ നമ്മുടെ ആ പിടിയുണ്ടല്ലോ നഷ്ടപ്പെട്ടു പോവുകയാണ്. തൽഫലമായിട്ട് മറു സൈഡിൽ കൂടി ആര് വരും? റോമക്കാർ വന്ന് നമ്മുടെ പട്ടണമെല്ലാം പിടിച്ചടക്കും, ഒന്നും ഇല്ലാത്തവരായിത്തീരും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? അവനെ കൊന്നുകളയുക, അവനെ ക്രൂശിക്കുക, അവനെ കൊന്നുകളയുക. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ച വിഷയം. ഇനി നമുക്ക് പുതിയ നിയമത്തിൽ 1-2 വാക്യങ്ങളിൽ കടന്നു വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 3:14 ഇപ്രകാരം വായിക്കുന്നുണ്ട്: പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, ജീവനായകനെ കൊന്നുകളഞ്ഞു എന്ന് വായിക്കും. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ പിള്ളാരിക്കുന്ന പ്രവചനമാണ്. എബ്രായ ലേഖനം 13:12 വായിക്കുന്ന ഇപ്രകാരമാണ്: അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വച്ച് കഷ്ടം അനുഭവിച്ചു. അപ്പോൾ തോട്ടം ഉടമയുടെ മകനെ എന്താ ചെയ്തത്? തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. നമ്മുടെ കർത്താവും അതുതന്നെയാണ് സംഭവിച്ചത്. നഗരവാതിലിന് പുറത്ത് കൊണ്ടുപോയി അവനെ കൊന്നുകളവാടിയായിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമ പ്രവാചകന്മാർ, യോഹന്നാൻ സ്നാപകൻ, യേശു ക്രിസ്തു, സ്തേഫാനോസ്, യാക്കോബ്, ഇവരെല്ലാം എന്ത് ചെയ്യുന്നു? ഇസ്രായേൽ ജനം ഉപദ്രവിച്ചവരാണ്. വലിയ സമൂഹത്തെയാണ് ഇസ്രായേൽ പ്രഭുക്കന്മാർ, നേതാക്കന്മാരും ഉപദ്രവിച്ച് കൊന്നുകളഞ്ഞത്. നമ്മുടെ തവാരിക യേശു ക്രിസ്തു AD 33 ഏപ്രിൽ മാസം 14 ക്രൂശിതനായി തീർന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അവനെ ക്രൂശിൽ അത് തറച്ചു കളവാടെയായി തീർന്നു. ഇവിടെ എബ്രായ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നഗരവാതിന് പുറത്ത് വച്ച് അവന് കഷ്ടം അനുഭവിച്ചു എന്ന് വായിക്കുന്നു. ഇനി 40-41 ഭാഗത്തേക്ക് കടന്നു വരികയാണെങ്കിൽ തോട്ടം ഉടമയോട് പ്രതികരണം നമുക്കവിടെ കാണാൻ കഴിയുകയാണ്. 2 കാര്യങ്ങൾ അവിടെ കാണും. തോട്ടം ഉടമ എങ്ങനെയാണ് തൻ്റെ മകനെ കൊന്നു കളഞ്ഞപ്പോഴും പ്രവാചകന്മാരെ ഉപദ്രവിച്ചപ്പോഴും തോട്ടം ഉടമ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്ന് കാണുകയാണ്. ഒന്നാമതായിട്ട് കാണുകയാണ് 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ചു. വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ചു. അതാണ് വല്ലാത്തവരെന്ന് പറയുന്നത് കുടിയാന്മാർ. ആ വല്ലാത്ത കുടിയാന്മാരെ വല്ലാതെ നിഗ്രഹിച്ചു എന്ന് വായിക്കുകയാണ്. അതായത് അവരുടെ ദുരിതപൂർണമായ ഒരു അവസാനമായിരുന്നു ഇവർക്ക് സംഭവിച്ചത്. വലിയ ദുരന്തമാണ് അവർക്ക് സംഭവിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. വേദചിന്തകന്മാരിൽ ഒരുപോലെ സമർത്ഥിക്കുന്നത് യേശുക്രിസ്തു ഈ പറഞ്ഞ ഉപമ, അതായത് ഈ ഉപമ പറഞ്ഞ് 37 വർഷം കഴിഞ്ഞപ്പോൾ AD 70 ഏപ്രിൽ മാസം 9-ാം തീയതി റോമൻ സൈന്യം ഇസ്രായേലിലോട്ട് ഇരച്ചു കയറി. അന്നത്തെ റോമൻ ജനറലായിരുന്ന തീത്തോസിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം ഇസ്രായേലിലോട്ട് ഇരച്ചു കയറി 37 വർഷം കഴിഞ്ഞപ്പോൾ. അന്നൊരു പെസഹ പെരുന്നാൾ ദിനമായിരുന്നു. അവർ യെരുശലേമിനെ വളഞ്ഞു. ചില മാസങ്ങൾ എടുക്കുകയുണ്ടായി. ടെമ്പിൾ മൗണ്ട് പൂർണ്ണമായിട്ട് അവർ പിടിച്ചെടുത്തു. 2ാമത്തെ ദേവാലയമായിരുന്ന ഹെരോദാവിൻ്റെ ദേവാലയം പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. ദേവാലയം ഉഴുതുമറിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. അതിന് ചുറ്റുമുണ്ടായിരുന്ന പടങ്ങിന്, അതായത് ആൾക്കാർക്ക് ഇരിക്കുവാനുള്ള പടങ്ങുണ്ട്, അതിന് തീയിട്ടു. അതുഫലമായിട്ട് പട്ടണത്തിന് തീപിടിക്കുകയുണ്ടായി. ധാരാളം ആൾക്കാർ കൊല്ലപ്പെട്ടു. 1.1 മില്യൺ യഹൂദന്മാർ ആ സമയത്ത് കൊല്ലപ്പെടുവാനായിത്തീർന്നു. അവിടെ ശവങ്ങൾ മതിൽ കൂടി വലിച്ച് എറിയുകയാണ് ചെയ്തതെന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നത്. ഭയാനമായിരിക്കുന്ന ഒരു സംഭവമാണ് AD 70 ഉണ്ടായത്. കർത്താവ് പറഞ്ഞ എന്താണ്? ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ചു. വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ ചരിത്രത്തിൽ അത് അക്ഷരമായി നടക്കുവാൻ ഇടയായിത്തീർന്നു.
ഈ പ്രവാചകന്മാരെയൊക്കെ ഉപദ്രവിച്ച ചരിത്രമാണ് യഹൂദജാതിക്കുണ്ടായിരുന്നത്. പഴയ നിയമത്തിലും ഉണ്ടായിട്ടുണ്ട്, പുതിയ നിയമത്തിലുണ്ടായിട്ടുണ്ട്. കർത്താവ് അതിനെയൊക്കെ കണ്ടുകൊണ്ട് ഇവരുടെ പ്രവൃത്തികളും ഇവരുടെ മനോഭാവങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് കർത്താവ് ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 23:37 കർത്താവ് ഇപ്രകാരം പറയുകയുണ്ടായി, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻകീഴിൽ ചേർക്കുമ്പോൾ നിൻ്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സിലായില്ല, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുമെന്ന് കർത്താവ് പറയുകയുണ്ടായി. അതൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെ അക്ഷരമായി നടക്കുവാണ്ടായിത്തീർന്നു. രണ്ടാമത് അവിടെ കാണുവാൻ കഴിയും, ഒന്നാമതേ കാണുവാൻ കഴിയുന്നത് ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ചു, അത് നടന്നു. രണ്ടാമതായിട്ട് കാണുവാൻ കഴിയുന്നത് തോട്ടം വേറെ കുടിയാന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. തോട്ടം അവരിൽ നിന്നും പിടിച്ചെടുത്തിട്ട് ജാതികൾക്കിവിടെ കൈമാറുകയാണ്. യഹൂദ ജാതിയിൽ നിന്നും ഈ തോട്ടം പിടിച്ചെടുത്തിട്ട് ആരെ ഏൽപ്പിക്കുന്നു? സഭയെ ഏൽപ്പിക്കുകയാണ്. നാം പുതിയ നിയമസഭ ദൈവത്തിൻ്റെ കുടിയാന്മാരാണ്. യഹൂദന്മാരിൽ നിന്നും തോട്ടം പിടിച്ചെടുത്തിട്ട് നമ്മെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 3:9 പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കൈമാറ്റം നടത്തിയത് കൊണ്ട് യഹൂദ പ്രഭുക്കന്മാരിൽ നിന്നും കുടിയാന്മാരിൽ നിന്നും എടുത്ത് വേറെ കുടിയാന്മാർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും തോട്ടം ഉടമ തൻ്റെ താല്പര്യം ഉപേക്ഷിച്ചിട്ടില്ല. താല്പര്യം അദ്ദേഹത്തിന് ഒന്നേ ഉള്ളൂ. എന്താണ് താല്പര്യം? ഒരേ താല്പര്യമേ ഉള്ളൂ. എല്ലാ കാലത്തും ഈ ഭൂ ഉടമയ്ക്ക്, തോട്ട ഉടമയ്ക്ക് താല്പര്യം ഒന്നേ ഉള്ളൂ. അതെന്താണ്? ഫലം പുറപ്പെടുവിക്കുക, വളരുക. അത്ര മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് താല്പര്യം എന്നുള്ളത്. ഫലമില്ലാത്ത എന്താണ്? ഫലമില്ലായ്മ അത് നശീകരണത്തിന് കാരണമായി തീരും. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സമയാസമയങ്ങളിൽ വിളിച്ച് തൻ്റെ സഭയിലാക്കി വച്ചിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോരോ പ്രത്യേകതകൾ തന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഓരോ കൃപകളും ദാനങ്ങളും കഴിവുകളും തന്നിരിക്കുകയാണ്. എല്ലാവരുടെയും കഴിവുകൾ ഒന്നല്ല, എല്ലാവരുടെയും കൃപകൾ ഒന്നല്ല, വ്യത്യസ്തമാണ്. പക്ഷെങ്കിൽ എല്ലാവർക്കും ദൈവം ഓരോരോ കൃപകളും ഓരോ അനുഗ്രഹങ്ങളും നൽകിയിരിക്കുകയാണ്. അതിൽ നിന്നുകൊണ്ട് നാം ഫലം പുറപ്പെടുവിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ അത് നാശത്തിന് കാരണമായി തീരും എന്ന് ഓർക്കണം. ഇവിടെ 42-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 118-ാം സങ്കീർത്തനം 22-23 വാക്യങ്ങളിലൂടെ ഉദ്ധരിക്കുകയാണ്. ഈ വാക്യങ്ങൾ ഉദ്ധരിക്കുകയാണ്. ഇവിടെ പെട്ടെന്ന് പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് വേറൊരു വിഷയത്തിലോട്ട് കർത്താവ് കടന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മുലക്കല്ലായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞു വന്ന എന്തായിരുന്നു? മുന്തിരിത്തോട്ടവും തോട്ട ഉടമയും ഗൃഹസ്ഥൻ മനുഷ്യനും അതുപോലെ കുടിയാന്മാരും ദാസന്മാരും ഇങ്ങനെയുള്ള വിഷയങ്ങളെപ്പറ്റി പറഞ്ഞു വരികയാണ്. അവരുടെ ഭയാനകമായ അന്ത്യം അവരിൽ നിന്ന് എടുത്തു കൊടുത്തത് ഒക്കെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു വിഷയത്തിലൂടെ പെട്ടെന്ന് കടന്നു പോവുക, ഒരു ജമ്പ് നടക്കുക. എന്താണ്? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മുലക്കല്ലായി തീർന്നിരിക്കുന്നു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? വീട് പണികളിലോട്ട് പോവുകയാണ്. അപ്പോൾ വിഷയം മാറ്റിക്കൊണ്ട് പോവുകയാണ് കർത്താവ്? അല്ല. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ഈ ഭാഗത്ത് മൊത്തം വേദഭാഗം പഠിച്ചപ്പോൾ 2 കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് റിജക്റ്റഡ് സണ്ണും, 2 റിജക്റ്റഡ് സ്റ്റോൺ. അതായത് തിരസ്കരിച്ച മകനും തള്ളിക്കളഞ്ഞ കല്ലും. 2ഉം ഐഡൻറ്റിക്കൽ, 2 ചേർന്ന് പോകുന്ന വിഷയമാണ്. ഈ ഭാഗം നാം ഉദ്ധരിക്കുമ്പോൾ, കർത്താവിടെ ഈ ഭാഗം ഉദ്ധരിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, മുന്തിരിത്തോട്ടം എന്ന വിഷയത്തിൽ നിന്ന് പെട്ടെന്ന് ഇവരുടെ ശ്രദ്ധയെ ഒരു കെട്ടിട നിർമ്മാണത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു കെട്ടിടം എങ്ങനെ പണിയുന്നു അതിലോട്ട് കൊണ്ടുപോവുകയാണ്. ശ്രദ്ധയെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇവിടെ പുറത്താക്കപ്പെട്ടായിരിക്കുന്ന മകനും തള്ളിക്കളഞ്ഞായിരിക്കുന്ന കല്ലും ഇവിടെ കർത്താവ് ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് അവിടെ കാണുവാൻ കഴിയുന്നത്? കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവും കാണുവാൻ കഴിയുന്നുണ്ട്. മൂലക്കല്ലായി തീർന്ന, സഭയുടെ മൂലക്കല്ലായി തീർന്ന യേശുക്രിസ്തു.
തള്ളിക്കളഞ്ഞ കല്ല് നമുക്കറിയാം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. അപ്പോൾ പണിയുന്നവരാരായിരുന്നു? യഹൂദന്മാരായിരിക്കുന്ന നേതാക്കന്മാരൊക്കെയാണ് പണിത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൽ ഈ യഹൂദന്മാരായിരിക്കുന്ന നേതാക്കന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞു. അവർ അംഗീകരിച്ചില്ല, അവർ സ്വീകരിച്ചില്ല, അവനെ തള്ളിക്കളഞ്ഞു. ഈ ഭാഗത്തെ നാം വിലയിരുത്തുമ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം, നാട്ടിൻപുറത്തൊക്കെ വീട് പണിതിട്ടുള്ള എല്ലാവർക്കും അറിയാം, ചില സന്ദർഭങ്ങളിലൊക്കെ ഈ പ്രത്യേകിച്ച് വീടിൻ്റെ പണി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ചില മേസ്ത്രിമാരൊക്കെ ചില കല്ലുകൾ മാറ്റിയിടും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഭാഗത്തിനൊത്ത സൈസിനൊത്തായിരിക്കുന്ന കല്ല് കിട്ടിയെങ്കിൽ മാത്രമേ അവർ മൂലക്കല്ലായിട്ട് അടിസ്ഥാന കല്ലായിട്ട് ഇടുകയുള്ളൂ. ബാക്കി അവർ മാറ്റിക്കഴിഞ്ഞു. അപ്പം നമ്മൾ നോക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരുടെ ദൃഷ്ടിയിൽ അതിഷ്ടപ്പെടുന്നില്ല, അവർ അതിനെ മാറ്റിയിടും. ചിന്തകന്മാർ പറയുന്നത് ശലോമോൻ്റെ ദേവാലയത്തിന് പണി നടക്കുമ്പോൾ ഉയരങ്ങളിലാണ് പണി നടക്കുന്നത്, താഴെ നിന്നാണ് കല്ലുകൾ മുകളിലെത്തിക്കുന്നത്. ഒരിക്കൽ അവർ മനോഹരമായിരിക്കുന്ന സൈസിനൊത്ത കല്ല് മുകളിലെത്തിച്ചു. പക്ഷെ ആ പണിയാർക്ക് ആ കല്ല് അത്ര യോഗ്യമാർ തോന്നിയില്ല, അവരത് മാറ്റിയിട്ടു. എന്നാൽ പിന്നീട് അതിൻ്റെ ഏതോ ഒരു സെക്ഷനിൽ പണി തുടരേണ്ടത് ആവശ്യമായി വന്നപ്പോൾ അവരവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഈ സൈസിനൊത്തായിരിക്കുന്ന ഒരു കല്ല് ഇവിടെ എത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ താഴെ ഇരുന്ന പണിക്കാർ നിങ്ങൾ നേരത്തെ അത് എത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ചെന്നപ്പോൾ കാട് കയറി പൊടിയൊക്കെ പിടിച്ച് ഒരു പാറ കാണുക അവിടെയായി തീർന്നു. അത് വൃത്തിയാക്കി നോക്കിയപ്പോൾ അവർ മനസ്സുദ്ദേശിച്ച് അതേ സൈസിനൊത്തായിരിക്കുന്ന ആ പാറയായിരുന്നു എന്ന് ചിന്തകന്മാർ പറയാറുണ്ട്. അങ്ങനെ തള്ളിക്കളഞ്ഞ കല്ല് മുലക്കല്ലായി തീർന്നു. ഇതിലൂടെ നാം കാണുമ്പോൾ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ യഹൂദ ജാതി തിരസ്കരിച്ചു, അവനെ ഉപേക്ഷിച്ചു. എന്നാൽ ഈ തള്ളിക്കളഞ്ഞ കല്ലാണ് പിന്നെ സഭയുടെ മൂലക്കല്ലായി തീർന്നത് എന്ന് നമുക്കവിടെ ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുകയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ 118 സങ്കീർത്തനത്തിൻ്റെ ഉദ്ധരണി എന്ന് പറയുമ്പോൾ 3 പഴയ ഭാഗങ്ങളെ ക്രോഡീകരിച്ചുള്ളായിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ്. യെശയ്യാപ്രവചനം സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. യെശയ്യാപ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയും, യെശയ്യാപ്രവചനം 28-ന്റെ 16-ാം വാക്യവും, ദാനിയേൽ പ്രവചനം 2-ന്റെ 44 മുതൽ 45 വരെ, ഈ 3 ഭാഗങ്ങളെ കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ 118 സംഘത്തിൻ്റെ വാക്യം കർത്താവ് ഉദ്ധരിക്കുന്നത്. തള്ളിക്കളഞ്ഞ കല്ല് മുലക്കല്ലായി തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ പലപ്പോഴും ദൈവത്തെ ഒരു പാറയായിട്ടാണ് അലങ്കാരികമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവമേ. നിരവധി പ്രാവശ്യം നമ്മുടെ ദൈവത്തെ പാറയോട് ഉപമിച്ചിരിക്കുകയാണ്, പാറയോട് പരാമർശിച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, മശിഹായുടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു തലക്കെട്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതും പാറയാണ്, കല്ലായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഒരു പാറ അവരെ അനുഗമിച്ചുകൊണ്ടിരുന്നു, ആ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെയും പാറയോട് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ഒരു ഇടർച്ചക്കല്ലായിട്ടാണ് വായിക്കുന്നത്. അവനൊരു ഇടർച്ചക്കല്ലായിരുന്നു. യേശുക്രിസ്തു അവർക്ക് ഇടർച്ചക്കല്ലായിരുന്നു. അത് പഴയ നിയമ ഭാഗത്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാപ്രവചനം 8-ന്റെ 14-15, റോമാലേഖനം 9-ന്റെ 32-33, 1 കൊരിന്ത്യർ 1-ന്റെ 23, ഈ ഭാഗങ്ങളിലൊക്കെ യഹൂദന്മാർക്ക് യേശുക്രിസ്തു എങ്ങനെയുള്ള കല്ലായിരുന്നു? ഇടർച്ചക്കല്ലായിരുന്നു. എന്നാൽ യഹൂദ ജനം മശിഹ ആകുന്ന ഈ പാറയാകുന്ന ക്രിസ്തുവിനെ അത് പൂർണ്ണമായി ഉപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞു. എന്നാൽ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ സഭയുടെ മൂലക്കല്ലായി മാറി. എപ്പോൾ കർത്താവ് ഉത്ഥാനം പ്രാപിച്ചു ആ സമയം മുതൽ ക്രിസ്തു സഭയുടെ മൂലക്കല്ലായിട്ട് തീരുകയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ അവിടെ വായിക്കുന്ന ക്രിസ്തു മൂലക്കല്ല് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു.
1 പത്രോസ് 2:4-5 ഭാഗങ്ങളിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല് എന്ന് അവിടെ കർത്താവിനെ പറ്റി പറയുകയാണ്. ദാനിയേൽ 2-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ കൈ തൊടാത്ത കല്ലായിട്ട് പ്രാവചനികമായ ഭാഷയിൽ ദാനിയേൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു ഒരു പാറയോട് ഇത് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ 44-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്, ഞാൻ വേഗത്തിൽ പോവുകയാണ്, അധികം വിശകലനത്തിലൂടെ പോകാതെ ഞാൻ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞ് എടുത്തു പോകാൻ ആഗ്രഹിക്കുകയാണ്. 44-ാം വാക്യത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ കല്ലിൻ്റെ 2 പ്രത്യേകതകളെപ്പറ്റി അവിടെ കാണുകയാണ്. 2 പ്രത്യേകതകൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ കല്ലിൽ മേൽ വീഴുന്നവൻ തകർന്നു പോകും. ഈ കല്ലിൽ മേൽ വീഴുന്നവൻ തകർന്നു പോകും. ഒരു കാര്യം ദൈവമക്കൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. പാറയാകുന്ന ക്രിസ്തുവിൽ തട്ടാതെ, ആ പാറയിൽ തട്ടി തകരാതെ ഒരു ജഡവും ഒരു കാലത്തും രക്ഷിക്കപ്പെടുകയില്ല. ഈ പാറയിൽ തട്ടി നമ്മുടെ ഹൃദയങ്ങൾ തകരണം. അതാണ് കർത്താവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് തിരിഞ്ഞ് പുറമോട്ട് യാത്ര ചെയ്ത് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ പാറയാവുന്ന ക്രിസ്തുവിൽ തട്ടിത്തകർന്ന അനുഭവം ഉണ്ടായിരിക്കും. അഥവാ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചായിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരിക്കാം. അത് മറക്കുവാൻ പറ്റുകയില്ല. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. പെന്തക്കോസ്ത് നാളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ പാറയാകുന്ന ക്രിസ്തുവിനെ പറ്റി വളരെ ഭംഗിയായിട്ട് പത്രോസ് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു ചരിത്രമെല്ലാം പറഞ്ഞ് ഭംഗിയായൊരു പ്രസംഗം അദ്ദേഹം നടത്തുന്നുണ്ട്. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ജനം വിളിച്ചു പറയുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ് അവർക്ക് സംഭവിച്ചത്? ഈ പാറയാകുന്ന ക്രിസ്തുവുമായിട്ട് ഏറ്റുമുട്ടി തകർന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്കറിഞ്ഞുകൂടാ. അപ്പോൾ ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യാം? ഉടനെ പത്രോസ് എന്താ പറഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. അപ്പോൾ അതിന് എത്ര പേരാ തട്ടി തകർന്നത്? പെന്തക്കോസ്ത് നാളിൽ 3000 പേരാണ് ഈ പാറയാവുന്ന ക്രിസ്തുവിൽ തട്ടിത്താറുന്നത്. അവർ കർത്താവിൻ്റെ ഭാഗത്തേക്ക് കടന്നുപരിപാടിയായിട്ടുണ്ട്. ഇനി നമുക്ക് പൗലോസ് അപ്പോസ്തലൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ആണല്ലോ പൗലോസിൻ്റെ മാനസാന്തരം എന്ന് പറയുന്നത്. അദ്ദേഹം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വേണ്ടി മഹാപുരോഹിതൻ്റെ കയ്യിൽ നിന്ന് കത്തൊക്കെ വാങ്ങിച്ച് ദമസ്കസിലോട്ട് പോവുക. അവിടെ ധാരാളം യഹൂദന്മാരായിരുന്നവർ വിശ്വാസികളായിത്തീർന്ന ക്രിസ്ത്യാനികളായിത്തീർന്ന വിശ്വാസികൾ അവിടെയുണ്ട്. അവരെ ഉപദ്രവിക്കുവാനും അവരെ പിടിച്ചു കെട്ടി കൊണ്ടുവരുവാനുമായിട്ടൊക്കെ പോകുന്ന യാത്രയാണ്. ആ പോകുന്ന യാത്രയിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ആ ഏറ്റുമുട്ടലിൽ എന്താ സംഭവിച്ചത്? പൗലോസിന് അവൻ തകർന്നു. പൗലോസ് തകർന്നു പോയി. ചോദിക്കുകയാണ്, ഈ മുള്ളിനോട് ഉതയ്ക്കുന്ന നിനക്ക് നന്ദനില്ല. അവിടെ തകർന്നു പോയി. അവസാനം എന്താ സംഭവിച്ചത്? ഈ പൗലോസ് ഈ ക്രിസ്തുവാകുന്ന പാറയിൽ തട്ടി തകർന്നു, അന്ധനായി തീർന്നു. അവൻ കണ്ണ് കാണാൻ പറ്റാത്തവനായി തീർന്നു. 3 ദിവസം എന്ത് ചെയ്യുന്നു? കണ്ണ് കാണാതെയും തിന്നുകയും കുടിക്കാതെയും ഇരുന്നു. അപ്പോൾ കർത്താവിൻ്റെ വാക്കിൽ എത്രയോ പ്രസക്തിയുള്ളതാണ്. ഈ പാറയിൽ തട്ടുന്നവൻ തകർന്നു പോകും എന്നുള്ളത് അവിടെ കാണുവാൻ കഴിയുകയാണ്. ഇനി നമുക്ക് കാരാഗ്രഹ പ്രമാണിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ കാണുന്നത്, യജമാനന്മാരെ രക്ഷ വായ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് കാരാഗ്രഹ പ്രമാണി ചോദിക്കുക. അവിടെ ആ മനുഷ്യൻ തട്ടിത്തകർന്നു, പാറയിൽ തട്ടിത്തകർന്നു. അപ്പോൾ നിരവധി ആൾക്കാർ ഈ പാറയാവുന്ന ക്രിസ്തുവിൽ തട്ടിത്തകർന്നു. ധാരാളം ആൾക്കാർ പൗലോസിൻ്റെ മിഷണറി യാത്രയിലും പത്രോസിൻ്റെ മിഷണറി യാത്രയിലും അപ്പോസ്തലന്മാരുടെ മിഷണറി യാത്രയിലും പൂർവ്വപിതാക്കന്മാരുടെ മിഷണറി യാത്രയിലും അങ്ങനെ നിരവധി ആൾക്കാർ ചരിത്രത്തിൽ ഈ പാറയാവുന്ന ക്രിസ്തുവിൽ തട്ടിത്തകർന്നു.
ഈ ക്രിസ്തുവിൽ തട്ടി തകരാതെ ഒരു മനുഷ്യനും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. വേറെ ഏതെങ്കിലും നിലകൾ വരുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള വീണ്ടെടുപ്പല്ല എന്നുള്ളത് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിനെ തങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്കും ആ നിത്യജീവൻ അവകാശം പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല. ഹൃദയം തകരണം, ഹൃദയത്തിലോട്ട് കർത്താവിനെ സ്വീകരിക്കണം. ആ അനുഭവത്തിൽ വന്നെങ്കിൽ മാത്രമേ ഒരു ക്രിസ്തു ഭക്തനായിട്ട് ക്രിസ്തു വിശ്വാസിയായി തീരുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ ജീവിത അനുഭവത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ 1982 ഡിസംബർ മാസം 31 രാത്രി 12 മണിക്കും 2 മണിക്കും ഇടയിൽ ഞാൻ ക്രിസ്തുവാകുന്ന പാറയുമായി തകർന്നു. അന്ന് വൈകിട്ടൊരു കോട്ടേജ് മീറ്റിങ്ങിന് ഞാൻ കടന്നുപോയി. വൈകിട്ട് 6 മുതൽ 10 മണി വരെ ആ വീട്ടിലുണ്ടായിരുന്നു. ഒരു കോട്ടേജ് മീറ്റിംഗ് ആയിരുന്നു. അന്ന് വചനം ശുശ്രൂഷിച്ച ദൈവദാസൻ ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ സംസാരിക്കുന്ന വിഷയമാണ് സംസാരിച്ചത്, അനുഗ്രഹങ്ങളെപ്പറ്റിയൊക്കെ സംസാരിച്ചത്. അതിനിടയ്ക്ക് ചില സെക്കൻഡുകൾ മാത്രം അദ്ദേഹം പറയുണ്ടായി, ഇന്ന് ഈ ആണ്ടിൻ്റെ അവസാന ദിവസമാണ്, ഇന്നാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസം എന്നുണ്ടെങ്കിൽ നാളെ 1993 നിങ്ങൾ എവിടെയായിരിക്കും എന്ന് ചോദിച്ചു. ആ ഒറ്റ ചോദ്യം അദ്ദേഹം ചോദിച്ചു. ബാക്കിയുള്ള സമയം വീണ്ടും അദ്ദേഹം വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുന്ന വചനം കൊടുക്കുകയാണ്. ആ ഒരു ചോദ്യം പെട്ടെന്നൊരു ഫ്ലാഷ് ലൈറ്റ് പോലെ മിന്നി എൻ്റെ ജീവിതത്തിലൂടെ കടന്നു ഒരുപാടായിട്ടും അതെന്നെ പെട്ടെന്ന് സ്പർശിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞു, കാപ്പിയുടെയൊക്കെ കഴിഞ്ഞു, ഞാൻ വീട്ടിൽ വന്നു. എന്നാൽ അന്ന് രാത്രിയിൽ എൻ്റെ മാതാപിതാക്കളും എല്ലാവരും ആണ്ടൃതയോഗത്തിന് സഭയിൽ പോയി. ഞാൻ പോയില്ല, വീട്ടിൽ വന്നു. രാത്രി 12 മണി ആയപ്പോൾ അന്നത്തെ ക്ലോക്ക്, പെൻഡിലുമുള്ള ക്ലോക്ക് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും, 12 അടിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. പിന്നീട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഭയങ്കര വെപ്രാളം, ഭയങ്കര ഭീതി, മരണഭീതി എന്നെ ഭരിക്കുകയാണ്. ഇന്ന് രാത്രിയാണ് മരിക്കുന്നതെങ്കിൽ ഇത് ആണ്ടൃതി ദിവസമാണ്, ഇന്ന് പോവുകയാണെങ്കിൽ നാളെ എവിടെ ആയിരിക്കും എന്നുള്ള ചിന്ത എന്നെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്നു. ഹൃദയത്തിനകത്ത് ഭയങ്കര ഭാരവും വേദനയും ഉണ്ടാക്കി ഉറങ്ങാൻ പറ്റുന്നില്ല. ശ്രമിച്ചു നോക്കി കിടക്കുവാനായിട്ട് പറ്റുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ 1 മണിയുടെ പെൻഡിലും ക്ലോക്ക് അടിച്ചു, ഉറങ്ങുന്നില്ല. ഇങ്ങനെ ഭയങ്കര സ്ട്രഗിളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കന്ന് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ, എങ്ങനെ ദൈവത്തോട് ചോദിക്കണമെന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് കട്ടിലിൽ നിന്ന് ഇറങ്ങി മുട്ടമ്മയെ നിന്നു. കട്ടിലോട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കറിഞ്ഞുകൂടാ ഇന്നാണോ എൻ്റെ അന്ത്യം അറിഞ്ഞുകൂടാ, പക്ഷേ എന്നോട് ക്ഷമിക്കണമേ, അവിടുത്തെ മകനാക്കി എന്നെ തീർക്കണമേ, ഇനിയും മുതൽ അങ്ങയുടെ മകനായി ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്ന് അറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കയറിക്കിടന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിലുണ്ടായ ആ ഭാരവും പ്രയാസവും വേദനയും എന്തോ വല്ലാത്തൊരു അസ്വസ്ഥ എല്ലാം മാറിക്കിട്ടി. അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമത്തെ 2 മണിയുടെ ബെല്ലടിച്ചു. ടിങ് ടിങ് 2 പെൻഡിലും അടിച്ചു. അത് കേട്ടു. പിന്നെ ഒന്നും അറിയത്തില്ല, പിന്നെ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്ന രാവിലെ 7 മണിക്കാണ്. 1983 പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റപ്പോൾ പുതിയ മനുഷ്യനായി എഴുന്നേറ്റു, ഒരു ദൈവമകനായി എഴുന്നേൽപ്പാൻ ഇടയായെത്തും. അടുത്ത രാത്രിയുടെ സമയങ്ങളിൽ ഈ പാറയാവുന്ന ക്രിസ്തുമായി ഏറ്റുമുട്ടി. പിറ്റേ ദിവസം ഞാനൊരു വീണ്ടെടുക്കപ്പെട്ട മകനായി ദൈവമകനായി തീരുവാൻ ഇടയായെത്തും. ആ ദിവസം എനിക്ക് ഓർത്തെടുക്കുവാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ച വിഷയം എന്ന് പറയുന്നത്, ഈ ക്രിസ്തുവാകുന്ന പാറയുമായി ഏറ്റുമുട്ടാതെ, അവനെ സ്വീകരിക്കാതെ, ഈ പാറയാകുന്ന ക്രിസ്തു ഹൃദയത്തിൽ കടന്നു വരാതെ ഒരു മനുഷ്യന് ഒരു കാലത്തും നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ കഴിയത്തില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് കർത്താവ് പറയും. ഈ കർത്താവ് പറഞ്ഞതിൻ്റെ വാക്കുകൾ എത്രയോ വാസ്തവമാണ്. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും എന്ന് പറയുകയാണ്. രണ്ടാമത് കർത്താവ് പറയുകയാണ്, ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അവർ പൊടിയായിത്തീരും. അതായത് ഈ കല്ല് നമ്മുടെ മേൽ വീഴുകയാണെങ്കിൽ എന്തായിത്തീരുന്നു? ധൂളിയായിട്ട്. അങ്ങനെയല്ലേ വായിക്കുന്നത്? ഒന്ന് വായിക്കാമോ? അത് ആരുടെയെങ്കിലും മേൽ വീണാൽ അവനെ ധൂളിപ്പിക്കും. അത് ആരുടെ മേൽ വീണാൽ അത് ധൂളിപ്പിക്കും. വേറെ പരിഭാഷ വല്ലതുണ്ടോ? പൊടിയാക്കികളെ. അഥവാ ഈ പാറ ആരുടെ മേൽ വീഴുന്നോ എന്ത് സംഭവിക്കുന്നവന്? അവൻ പൊടിയായിത്തീരുമെന്ന് വായിക്കുക.
ധൂളിയായിത്തീരും, ചാമ്പലായിത്തീരും, പൊടിയായിത്തീരും എന്നൊക്കെയാണ്. അപ്പോൾ ഒരു ന്യായവിധിയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ക്രിസ്തു ഒരാൾക്ക് ഉദ്ധാരകനായി തീരുന്നില്ല എങ്കിൽ, വീണ്ടെടുപ്പുകാരനായി തീരുന്നില്ല എങ്കിൽ, ക്രിസ്തു അവനെ തകർത്ത് കളയുന്നതായിട്ട്, അവൻ അവസാനം ചാമ്പലായിത്തീരുന്നതായിട്ട്, പൊടിയായിത്തീരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ദാനിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, പ്രവചനാത്മാവിൽ പറയുന്നുണ്ട്, ക്രിസ്തു ഒരിക്കൽ എങ്ങനെയാണ് വരുന്നത്? കൈ തൊടാത്ത കല്ലായി അവിശ്വാസികളായ മനുഷ്യവർഗത്തെ തകർത്ത് കളയും എന്നവിടെ കാണുകയാണ്. അവസാനം കർത്താവായ യേശു ക്രിസ്തു കൈ തൊടാത്ത കല്ലായി വരികയാണ്. ഈ പാറ ആടമേൽ വീഴുന്നു, അവസാനം തകർന്ന് പൊടിയായിത്തീരും എന്ന് കാണും. അപ്പോൾ ഈ കല്ലിനെപ്പറ്റി പഠിച്ചു വരുമ്പോൾ, ഈ പാറയെപ്പറ്റി നാം പഠിച്ചു വരുമ്പോൾ, ഈ പാറ അനേക ആയിരങ്ങൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുന്നു. അപ്പോൾ തന്നെ ലക്ഷോപലക്ഷം വരുന്നവർക്ക് ശിക്ഷയ്ക്കും കാരണമായി തീരുന്നു. അപ്പോൾ ഈ ക്രിസ്തു രക്ഷയ്ക്കും കാരണമായി തീരുന്ന പാറയാണ്, ഈ ക്രിസ്തു ശിക്ഷിക്കുവാനായിട്ടും കാരണമായി തീരുന്ന പാറയാണ്. ഈ യുഗത്തിൻ്റെ അവസാനം, നാം ജീവിച്ചിരിക്കുന്ന ഈ യുഗത്തിൻ്റെ അവസാനം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു കൈ തൊടാത്ത കല്ലായിട്ട് ഭൂമിയിൽ കടന്നു വരികയും ജാതികളെ അവൻ ന്യായം വിധിക്കുകയും ചെയ്യും. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കാരണം ഈ ക്രിസ്തുവാകുന്ന പാറയിൽ തട്ടി അവനെ കണ്ടുമുട്ടി അവൻ്റെ മക്കളായി തീർന്നു. അതുകൊണ്ട് നാം അവൻ്റെ സന്നിധിയിൽ അവൻ്റെ സുരക്ഷിതരായിരിക്കുകയാണ്. എന്നാൽ ഈ ക്രിസ്തുവിനെ കണ്ടിട്ടില്ലാത്ത പ്രിയപ്പെട്ടവരൊക്കെ അത് വലിയ ഭയാനകമായിരിക്കുന്ന ന്യായവിധിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാറയാവുന്ന ക്രിസ്തുവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ അതവൻ രക്ഷയായിത്തീരുന്നു. ഈ പാറയായ ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നുവെങ്കിൽ അതവർക്ക് ശിക്ഷയായും തീരുകയാണ്. ഈ പാറമേൽ ഒരാൾ വീഴുന്നില്ല എങ്കിൽ അവൻ്റെ മേൽ ഈ പാറ ഒരിക്കൽ വീഴും, അവസാനം അവൻ താഴ്ന്നു പോകും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. ഇന്ന് രാത്രികാലം ഈ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന പാറയെ രക്ഷകനായ ഹൃദയത്തെ സ്വീകരിച്ചവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ വളരെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഒരാൾ, ഇവിടെയോ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ആരെങ്കിലും ഒരാൾ ഈ ക്രിസ്തു ആകുന്ന പാറയെ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഈ പാറയിൽ തട്ടി തകർന്നിട്ടില്ല എങ്കിൽ, ഹൃദയം അവന് വേണ്ടി കൊടുത്തിട്ടില്ല എങ്കിൽ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു അവസരം കൂടി ഒരുക്കി തരികയാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാനായിട്ട്, അവൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട്, അവൻ്റെ മക്കളെ തീരുവാനായിട്ട് കർത്താവ് നമുക്ക് അവസരങ്ങൾ നൽകുകയാണ്. ആ അവസരത്തെ നമുക്ക് ചിന്തിക്കാം, അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ക്രിസ്തുവിൽ ആയിത്തീർന്ന ദൈവമക്കളുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വലിയവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ, ഈ പാറയാവുന്ന ക്രിസ്തുവിനെ കണ്ടെത്തിയത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യകരമായ അനുഭവമാണ്. അവനോട് നമുക്ക് നന്ദിയുള്ളവരായി അവനെ സേവിച്ച് ആരാധിച്ച് അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഫലപുഷ്ടിയുള്ളായിരിക്കുന്ന മുന്തിരികളായി തീരുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ക്ലാസ്സിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.